രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ നമുക്ക് 8ന്റെ പണിയാ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അടുപ്പ് കത്തിക്കേണ്ടി വന്നു. അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് സെറ്റാക്കി നമ്മൾ ചായക്ക് വെള്ളം വെച്ചുട്ടാ. ഇന്ന് നമ്മൾ ശീദോശയാണ് ഉണ്ടാക്കണത്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ശീദോശ. ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാറുണ്ട് കേട്ടോ. എൻ്റെ ഉമ്മച്ചൊക്കെ കലക്കാറാണ്, അങ്ങനെ മിക്സിയിൽ അടിക്കാറില്ല. അങ്ങനെ ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. അപ്പം അതിൻ്റെ പരിപാടികളൊക്കെ എടുത്തു വെച്ചു. ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്തു വെച്ചു കേട്ടോ. തലേന്ന് രാത്രി ഞാൻ പാത്രം മൂറിയിട്ടില്ലായിരുന്നു. മോള് കരച്ചിലായം കൊണ്ട് അങ്ങനെ പോയി കണ്ടെന്നായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അങ്ങനെ ഓരോന്ന് സെറ്റാക്കി കൊണ്ടിരിക്കട്ടെ. അപ്പോഴേക്കും വെള്ളം തിളച്ചു, ചായക്ക് പൊടിയിട്ട് അത് മാറ്റി വെച്ചുട്ടാ. എന്നിട്ടാണ് ദോശ ചുടുന്നത്. ദോശക്ക് കറിയൊന്നും ഉണ്ടാക്കണ്ടില്ല കേട്ടോ, കാരണം തലേന്ന് നൈറ്റ് ഡിന്നർ ആയിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും പരിപ്പ് കറിയായിരുന്നു. അപ്പോൾ ആ പരിപ്പ് കറി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ദോശക്ക് അത് എടുക്കാന്ന് കരുതി അങ്ങനെ വേഗം പരിപാടി തീർക്കാണ് കേട്ടോ. നമുക്ക് അടുപ്പത്തും കൂടെ ആവുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി വെച്ചാൽ നമുക്ക് അടുപ്പ് കത്തിക്കുമ്പോൾ ഇങ്ങനെ വേഗം ഉണ്ടാക്കി തീർക്കട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വേഗം ആയി കിട്ടും സാധനങ്ങൾ കേട്ടോ. അപ്പം നമ്മൾ ഒരുക്കി വെക്കണം എന്നുള്ളൂ. അപ്പം അങ്ങനെ കറികളൊക്കെ റെഡിയാക്കി ഞാൻ അരിഞ്ഞു സെറ്റാക്കി വെക്കണം കേട്ടോ. മോള് രാത്രി ഉറങ്ങാൻ വേണ്ടി ലേറ്റ് ആവുന്ന ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. ആളെ എണീക്കാനും ലേറ്റ് ആവും. അപ്പം ഞാൻ മിക്ക പണികളും വേഗം തീർത്ത് വെക്കലുണ്ട് കേട്ടോ. അങ്ങനെ ആവുമ്പോൾ പിന്നെ ഓള് വന്നാല് ഓളും ഉണ്ടാവും എൻ്റെ കൂടെ എല്ലാ പണികൾക്കും കേട്ടാ. ഇതാ ഇപ്പൊ വോയിസ് ഓവർ കൊടുക്കാൻ വരെ ഓളിന്റെ കൂടെ ഉണ്ട് കേട്ടാ. ആളെല്ലാത്തിനും ഉഷാറാണ്. എന്താ ചെയ്യാ, എൻ്റെ മിനി വേർഷനാണ് എല്ലാം കൊണ്ടും. ഞാൻ പൊതുവേ കറക്റ്റ് എണീക്കുക, കറക്റ്റ് കാര്യങ്ങൾ ഒരു ഷെഡ്യൂൾ വെച്ച് ചെയ്യുക, അങ്ങനത്തെ ഒരു ആളല്ല കേട്ടോ. പൊതുവേ എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയല്ല. ഞാൻ എല്ലാത്തിനും ഒരു മടി കാണിച്ചിട്ട് അങ്ങനെ ചെയ്യണം. എന്നാലാണെങ്കിലോ ഡെഡിക്കേറ്റഡ് ആവാൻ നിന്നാൽ ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടിയൊക്കെ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതി കഴിഞ്ഞാൽ എനിക്കത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഇതാവട്ടെ. പിന്നെ എന്തെങ്കിലും പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ ആ പ്ലാൻ അങ്ങ് നടത്തുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടല്ലോ. അത് വേഗം ചെയ്ത് തീർക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡാണ്. പക്ഷെ വീട്ടിലെ പണികൾ, വീട്ടിലെ കാര്യങ്ങൾ അതൊക്കെ എനിക്ക് ബാക്കൊക്കെയാണ് കേട്ടോ. പക്ഷെ എവിടെയും പോവാൻ കരുതി വെച്ചാൽ പിന്നെ അത് പോയിട്ടേ ബാക്കിയുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാന്ന് കരുതിയാൽ അത് വാങ്ങിയിട്ടേ ബാക്കി എന്തിനുള്ളൂ. അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡാണ് കേട്ടോ. എടുത്തോ പിടിച്ചോ എന്നിട്ടൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ, അതേ ഒരു മൈൻഡാണ് എൻ്റെത്. അതുപോലെ തന്നെ സങ്കടപ്പെടാൻ നിന്നാൽ ഫുള്ള് സങ്കടമാവും, ദേഷ്യപ്പെടാൻ നിന്നാൽ ഭയങ്കര എക്സ്ട്രീം ലെവൽ ദേഷ്യമാവും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാട്ടോ. നിങ്ങളൊക്കെ അങ്ങനെയാണോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചില ടൈമിൽ തോന്നും എൻ്റെ മോളും സെയിം ആണ്. എന്നിട്ട് ആൾ കുറുമ്പ് പിടിച്ചാൽ ഭയങ്കര കുറുമ്പും വാശിയാവും. എന്നാലാണെങ്കിലോ ഭയങ്കര എന്താ പറയുക, ശാന്തമായിട്ട് കൂളായിട്ട് ഇരിക്കുന്ന ടൈമും ഉണ്ടാവും കേട്ടോ. നമുക്ക് എല്ലാത്തിനും ഒരു അഡ്ജസ്റ്റ് ആയിട്ട് ആൾ നിന്ന് തരും. കാരണം എനിക്ക് വർക്കും പിന്നെ വീട്ടിലെ കാര്യവും പിന്നെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂ എല്ലാം കൂടെ നോക്കുമ്പോൾ ആൾ ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ആൾ എൻ്റെ ഒരു ലൈഫിനോട് അഡ്ജസ്റ്റ് ചെയ്യണ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ദിവസവും കടന്നു പോകണം ഞങ്ങൾ അറിയൽ പോലും ഇല്ല കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ.